ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ? എല്ലാ തെളിവും കിട്ടിയില്ലേ? ഇപ്പൊ ബസ്സിനകത്തുള്ള CCTV ക്യാമറ ഫൂട്ടേജ് കിട്ടുന്നു. ബസ്സിലെ തൊഴിലാളികൾ പറയുന്നു ബസ്സിനകത്ത് ഇങ്ങനെ ഒരു പ്രശ്നം പോലും സംഭവിച്ചിട്ടില്ല. ആ സ്ത്രീ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണെന്നുള്ള കാര്യങ്ങളിലേക്ക് എല്ലാ തെളിവുകളും കിട്ടി. ഇനി ആളെ കിട്ടിയാതെ ആളങ്ങ് ദുബായിലാണത്രേ. ഇടക്കിടക്ക് ദുബായിലേക്ക് മുങ്ങാറുണ്ടത്രേ. ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് പോലും. എന്തായാലും കേരള പോലീസ് ആ സ്വർണ്ണക്കടത്തും കാര്യങ്ങളും കൂടിയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ദുബായിലേക്ക് ഇടക്കിടക്ക് പോകുന്നു എന്നുള്ള കാര്യം പറയുന്നു. ഭർത്താവ് 6 മാസത്തോളമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട് എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പിന്നെ ആളെന്തോ ഒരു ബാർബർ ഷോപ്പിൽ എന്തോ ജീവനക്കാരനായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ഒരു കാര്യമൊക്കെ അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഷിംജിത് ആള് പുലിയാണ് കേട്ടോ, പുലി. ഒരു മനുഷ്യന്റെ ജീവൻ അങ്ങ് തീർപ്പാക്കിയിട്ട് പതുക്കെ അങ്ങ് മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളികൾ അടങ്ങിയിരിക്കും? ഒരിക്കലുമില്ല. ദുബായിലെ എല്ലാവരുടെ കൈകളിലും ഈ ഫോട്ടോയും വീഡിയോസും എത്തിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ പോലും ആ നാട്ടിലേക്ക് അവൾ വന്ന് കാല് കുത്തിയാല് അവളെ അവിടെ നിർത്താൻ സമ്മതിക്കില്ല. അവിടെ നിന്നും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കും. അതുകൂടാതെ തന്നെ ഒരു യൂട്യൂബർ വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. ഷിംജിതയുടെ വീട്ടിലേക്ക് കല്ലേറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ആ ഒരു കാര്യം കുറച്ച് അതിക്രമമാണെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഈ സ്ത്രീ ചെയ്ത തെറ്റിന് ആ സ്ത്രീയാണ് അനുഭവിക്കേണ്ടത്. അവരുടെ വീട്ടുകാർ ഇതിൽ ഒരിക്കലും അവർ ഇതിന്റെ ഭാഗമാക്കേണ്ടതായിട്ടില്ല എന്ന് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കല്ലെറിഞ്ഞ് ആ വീട്ടുകാരെ ഉപദ്രവിക്കേണ്ട കാര്യം ഉണ്ടോ? ഒരു ചോദ്യമാണ്. ഒരു മാനുഷിക പരിഗണന എന്നുള്ളത് അത് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. ഇവൾക്ക് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതിനർത്ഥം നമ്മൾ നിയമം കയ്യിലെടുക്കണം എന്നല്ല കേട്ടോ. എന്തായാലും ഇവൾക്ക് കിട്ടാനുള്ളത് ഈ ദുനിയാവിൽ തന്നെ പടച്ചോൻ കൊടുത്തോളും. ഇവര് കണ്ടന്റിന് വേണ്ടി പരതി നടക്കുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. അതേപോലെ CCTV ക്യാമറ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആളുകളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എല്ലാം പരിശോധിക്കാം. പിന്നെ ഞാനൊരു റീൽ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. കുറെ നേരമായിട്ടൊരു കണ്ടന്റ് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ആലോചിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഇത്ര പെട്ടെന്നല്ലേ സമയം പോകുന്നത്? ഇനി നിനക്ക് സമയം തീരെ അങ്ങ് പോവില്ല കേട്ടോ. സമയം നിന്റെ മുന്നിൽ അങ്ങനെ മന്ദഗതിയിലായിട്ട് തന്നെ പോകും. നീ ഒരു നിമിഷം പോലും നീ ശ്വാസം എടുക്കുന്നത് പോലും നീ അറിയുമെന്നുള്ളതാണ്. അത്രക്ക് നിനക്ക് പണി കിട്ടി, അത്ര തന്നെ. നിന്നെ എന്ന് അറസ്റ്റ് ചെയ്യുന്നോ അതോടുകൂടിയിട്ട് ഇതിനൊരു തീരുമാനമാവുള്ളൂ. ജനങ്ങളൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നിൽക്കുക എന്നുള്ളതാണ്. നിന്റെ സ്വഭാവത്തിന് കിട്ടേണ്ടത് നീ വാങ്ങുക തന്നെ വേണം. സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സ്പീഡിലാ പോകുന്നേ. ഇനി ഒന്നും നടക്കില്ല മോളെ. നീ ജയിലിനകത്ത് കിടക്കേണ്ടവൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ വീഡിയോസ് ഒന്നും ഇനി നമ്മളിവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ജനങ്ങൾ മുഴുവൻ അത് മനസ്സിലാക്കിയതാണെന്നുള്ളതാണ്. CCTV ക്യാമറ ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. നമുക്കതൊന്ന് കാണാം. ബസ്സിലെ ലൈംഗിക അതിക്രമാരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബസ്സിലെ CCTV ദൃശ്യത്തിൽ അതിക്രമത്തിന്റെ തെളിവൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരാതിയായി തങ്ങളുടെ മുന്നിൽ എത്തേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടി എന്ന നിലയിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇക്കാര്യം തങ്ങൾ അറിയിക്കുമായിരുന്നു. അങ്ങനെ ഒരു പരാതിയും ഈ ബസ്സിനകത്ത് നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു ബസ് ജീവനക്കാർ എന്നുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബസ് ജീവനക്കാരോ ബസ്സിലുള്ള ആളുകളോ ഒരാളും ഇവള് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് പറയുന്നില്ല. നുണ മാത്രമാണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഇനി സംശയം ഒന്നും വേണ്ട. എത്രയും പെട്ടെന്ന് ഇവളെ പിടിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 99% ആളുകൾ ഷിംജിതക്കെതിരെയാണ്. 1% ആളുകൾ മാത്രമാണ് ഷിംജിതയെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഇവൾക്ക് ആകെ 9K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഈ വീഡിയോ ഇട്ടതോട് കൂടിയിട്ട് അത് 5 million ഒക്കെ അടിക്കും ചെയ്തു. പേജ് ഒറ്റയടിക്ക് 12,000 അടുത്തേക്ക് എത്തി. പിന്നെ അത് പൂട്ടിപ്പോയി. അങ്ങനെ പൂട്ടിപ്പോവേണ്ടതായിട്ടുള്ള കുറച്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇത്തരം ഊളത്തരങ്ങൾ കാണിച്ചിട്ട് മനുഷ്യന്മാരെ മനഃപൂർവ്വം കൊടുക്കുന്ന കുറെ എണ്ണുണ്ട്. ഇപ്പൊ ഈ 2 വർഷത്തിനിടയിൽ എത്രത്തോളം കേസുകളാണ് വന്നെന്ന് അറിയൂ. KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ബസ്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. സവാദിന്റെ കാര്യം നമുക്ക് ഒരിക്കലും സവാദിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അതിൽ ന്യായീകരിക്കാൻ വരുന്ന ആളുകളുടെ മനോഭാവം നോക്കേണ്ടതായിട്ടില്ല. അതുകൂടാതെ ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇത്തരം വൃത്തികൾ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് മുഴുവൻ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് ഒരു സ്ത്രീയുടെ നിലപാട്, എന്തായിരിക്കണം ഒരു നിലപാട് എന്നുള്ളതാണ് ഈ വീഡിയോ ഒന്ന് കാണാം. എന്ത് സന്തോഷമായിട്ടാ സ്ത്രീ വീഡിയോ എടുക്കുന്നത്. ഒരു പുരുഷനെ മുട്ടി ആസ്വദിച്ചിട്ടാണോ വീഡിയോ എടുക്കുന്നത്? ഒരു മര്യാദയുള്ള ഒരു മാനുള്ള സ്ത്രീയാണ് ഒരിക്കലും ഒരുത്തം മുട്ടുന്നത് വീഡിയോ എടുത്തോണ്ടിരിക്കില്ല. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അയാളെ അറിയാതെ നിൽക്കുക. ഇത് അങ്ങോട്ട് ചെന്ന് മുട്ടനാണ് കാണുന്നത്. ചേട്ടാ മുട്ടല്ലേ ചേട്ടാ, താല്പര്യമില്ല, ഒന്ന് നീങ്ങിക്കൂ, തീർന്നോടെ ഇല്ലേ? കുറെ ഫെമിനിസ്റ്റുകൾ അതിനുവേണ്ടി നടക്കുക. എന്തിനാണ് ഈ പുരുഷനെ ആക്രമിക്കുന്നത്? ഈ പോലീസും സംവിധാനമൊക്കെ എന്തിനാ? ഇവിടെ തന്നെ എല്ലാം കൂടി ചെയ്യട്ടെ, അവൾ തന്നെ ഒരു കോടതി വെക്കട്ടെ, എന്നിട്ട് അവൾ തന്നെ നിയമം പാസ്സാക്കട്ടെ. ഞാൻ പറഞ്ഞ ഇതിനെയൊക്കെ കിടത്തണം ജീവിതകാലം മുഴുവൻ. ഒരു കുടുംബമാണ് നശിപ്പിച്ചിരിക്കുന്നത്. കാരാഗ്രഹത്തില് കാലങ്ങളോളം അവളെ ഇടണം എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ അവളൊന്ന് പിടിച്ചു കിട്ടണ്ടേ?
ഇത് കേരള പോലീസിന്റെ ഒരു പിടിപ്പുകേടായിട്ട് തന്നെ പറയേണ്ടി വരും. അതായത് ആ ഒരു കേസ് വന്ന ഉടനെ തന്നെ അവളെ ബ്ലോക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു എന്നുള്ളത്, പക്ഷെ അതൊന്നും ചെയ്തില്ല. അതേപോലെ ലീഗ് നേതാക്കന്മാരുടെ ഒക്കെ കുറച്ച് ഓഡിയോസ് നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ കുറച്ച് ഓഡിയോസ് കേട്ടു. ഇവള് നാട്ടിൽ തട്ടവും പറതയൊക്കെ ഇട്ടിട്ട് അവിടെയുള്ള ആ ഒരു സമുദായത്തിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് വോട്ട് പിടിച്ച് ജയിച്ച് പിന്നെ ഗൾഫിലേക്ക് പോയിട്ട് അവിടെ നിന്നും അവർ ആ ഒരു തട്ടവും പറതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു അവഹേളനം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ ആ നേതാക്കന്മാരെ കബളിപ്പിച്ചിട്ടാണ് വന്നത് എന്നുള്ളത് കൊണ്ടാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്കിത് പറയേണ്ട ആവശ്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യം, ഏത് വസ്ത്രം ധരിക്കുക എന്നുള്ളത്. പക്ഷെ ആ നാട്ടുകാരാണ് ആ രീതിയിൽ പ്രതികരിക്കുന്നത്, അപ്പൊ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇനി ഈ വിഷയത്തിൽ സപ്പോർട്ടുമായി വരുന്ന ആളുകളെയും കൂടി നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഷിംജതയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇത് കാണണം കേട്ടോ. നിങ്ങൾ ഇവരൊക്കെ ഏത് മനോഭാവത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് കണ്ണുകൊണ്ടാണ് ആ വീഡിയോ കണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഏത് കണ്ണാണ് ഉപയോഗിച്ചത്? ഒരു ലൈംഗിക അതിക്രമത്തിന്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തതിന് ഒരു സ്ത്രീനെ എല്ലാവരും കൂടെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ലൈംഗിക അതിക്രമം നടത്തുന്ന ആള് ആത്മഹത്യ ചെയ്തത് കാരണം ഒരു മനുഷ്യ ജീവൻ പൊലിഞ്ഞു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അത് അതിനു മുമ്പ് നടന്നിട്ടുള്ള കുറ്റകൃത്യത്തെയോ ലൈംഗിക അതിക്രമത്തെയോ ഇല്ലാതാക്കുന്നില്ല. ആ മരണം, ആ ആത്മഹത്യ, അത് ചെയ്ത വ്യക്തി അത് ചെയ്തിട്ടില്ല എന്നും ആക്കി തീർക്കുന്നില്ല. അതിനകത്ത് കുറെ വാഴകളുടെ കുറെ വാദങ്ങൾ, അതിനകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ഒന്നാമത്തെ വാദം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ലൈംഗിക അതിക്രമം നടന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ആ വീഡിയോന്റെ അകത്ത് മാഡം ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരിക. അപ്പൊ താങ്കളൊരു വീഡിയോ ചെയ്യില്ല, വീഡിയോന്റെ സൈഡിൽ വെച്ചാലും മതിയായിരുന്നു. ഇതാണ് അവിടെ നടന്നത് എന്നുള്ളത് ആ വീഡിയോന്റെ അകത്ത് വ്യക്തമായിട്ട് കാണുന്നുണ്ടല്ലോ. എന്നാ മോനെ തട്ടിക്കോ, അല്ലെങ്കിൽ തട്ടിയില്ലെങ്കിൽ ഞാൻ മുട്ടിക്കാം എന്ന് പറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, കുറെ വാഴകൾ ഉണ്ട് എന്നുള്ളതാണ്. ആരാണ് ആ വാഴ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചിയെ. ആ വീഡിയോയില് സ്ത്രീ ബാക്കിൽ നിന്ന് എടുത്ത പോർഷനിൽ അയാള് ബസ് അനങ്ങുമ്പോ സ്പർശിക്കുന്നതാണെന്ന് വരുത്തി തീർക്കാൻ 2 തവണ സ്പർശിക്കുന്നതും ഗ്രോപ്പ് ചെയ്യുന്നതും, 3-മത്തെ തവണ അയാള് തിരിഞ്ഞു നോക്കി മുല എവിടെയാണെന്ന് നോക്കി വ്യക്തമായും ഗ്രോപ്പ് ചെയ്യുന്നതും നല്ല പകൽ പോലെ വ്യക്തമായിട്ട് കാണാം. അപ്പൊ ചേച്ചിയെ, അയാളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടിരുന്നല്ലോ അല്ലെ? ആ ബാഗ് ബസ്സിലേക്ക് കയറുമ്പോഴും ബാഗ് ഉണ്ട്, തിരിച്ച് അങ്ങോട്ട് ഇറങ്ങുമ്പോഴും ബാഗ് ഉണ്ട്. ആ ബാഗ് ആളുകളുടെ കാലിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടി അത് പൊക്കുന്നത് നമ്മൾ കണ്ടു. ചേച്ചി കണ്ടത് ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിട്ട് ടച്ച് ചെയ്തു എന്നുള്ളതാ. കൊള്ളാം ചേച്ചി, കൊള്ളാം. ഇതും ഒരു വൈറലാവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാകുമല്ലേ? അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ലൈംഗിക അതിക്രമം കാണാൻ പറ്റണില്ലെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി. കൂട്ടത്തിൽ ഒരു കണ്ണടയും കൂടെ വാങ്ങി വെച്ചോളൂ. കാരണം എന്തോ അന്ധതാ പ്രശ്നം നിങ്ങൾക്കുണ്ട്. ചേച്ചി ഒന്നും കൂടി ആ ഡോക്ടർ ഒന്ന് കാണിച്ചിട്ട് ഈ കണ്ണട ശരിക്കും വർക്കിംഗ് ആണോ എന്ന് നോക്കണം കേട്ടോ. താങ്കൾ എന്താണ് കണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ഏകദേശം 99% ആളുകൾ കണ്ടത് ചേച്ചി കണ്ടിട്ടില്ല. അപ്പൊ ചേച്ചിയിലാണ് ആ ഒരു പ്രശ്നം നിൽക്കുന്നത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ ഞങ്ങൾക്ക് അത് ഗ്രൂപ്പ് ചെയ്തതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്തതായിട്ട് തോന്നാൻ വേണ്ടി നിങ്ങളുടെ മുലയിലല്ലല്ലോ അയാൾ കയറി പിടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. കേറി പിടിക്കേ? എന്താ താങ്കൾ എന്താ പറഞ്ഞു വരുന്നത്? എവിടെ കേറി പിടിച്ച്? ഞങ്ങൾ കണ്ട വീഡിയോ അല്ലാതെ താങ്കൾ വേറെ വല്ല വീഡിയോ കണ്ടോ? ഇനിയിപ്പോ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വേറെ വല്ലതും കണ്ടോ? അറിയില്ല. അവിടെ കയറി പിടിക്കലും നടന്നിട്ടില്ല. അങ്ങോട്ട് കയറി മുട്ടിയിരിക്കുകയാണ്. എവിടുന്നാണ് ചേച്ചി കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കുന്നേ? ഇതും വെച്ച് വൈറലാവാനാവും അല്ലേ? കൊള്ളാം ചേച്ചി, കൊള്ളാം, അടിപൊളി. അവർക്ക് ഫീൽ ചെയ്തു, അവർ പ്രതികരിച്ചു. അവർക്ക് പ്രതികരിക്കാൻ തോന്നിയ രീതിയിൽ അവർ പ്രതികരിച്ചു. അവർ വീഡിയോ എടുത്തു പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിൽ ഇത്രയും അഭിമാന പ്രശ്നം ഉള്ള ആൾ ആണെങ്കിൽ അയാളത് ചെയ്യാൻ നിൽക്കരുതായിരുന്നു. അവൾ ആരടുത്തും പറയില്ലെന്ന ഉറപ്പിന്റെ മുകളിൽ, തുറന്ന് സംസാരിക്കില്ല എന്ന ഉറപ്പിന്റെ മുകളിൽ ഒരു കുറ്റകൃത്യം ചെയ്തതുകൊണ്ടാണ്. ബസ്സിൽ പിടിക്കാൻ ഇടമില്ലാത്തപ്പോൾ, കൈയെടുത്തപ്പോൾ തൊട്ടതാണ്, തട്ടിപ്പോയതാണ്, മുട്ടിപ്പോയതാണ്, ബസ് ഉലഞ്ഞപ്പോൾ അയാൾ ഉലഞ്ഞതാണ് മുതലായിട്ടുള്ള വാദങ്ങളുമായി ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾക്കറിയാം ബസ് ഉലയുമ്പോഴുള്ള തട്ടലും അല്ലാത്ത തട്ടലും ഏതാണെന്ന്. ചെറുപ്പം തൊട്ട് ഇത് കണ്ട് ശീലിച്ചു വരുന്ന ഞങ്ങൾക്ക് അറിയാം. എന്തൊക്കെയാടോ പറയുന്നേ? ആ വീഡിയോയിലല്ലാതെ നിങ്ങൾ എന്ത് കണ്ടു അത് പറ. വീഡിയോയിൽ നിങ്ങൾ എന്ത് കണ്ടു? അയാള് ബസ് ഇങ്ങനെ ഇളകിയപ്പോ തട്ടിയതായിട്ടാണോ, അല്ലെങ്കിൽ മനഃപൂർവ്വം തട്ടിയതാണോ, അല്ലെങ്കിൽ ആ ബാഗ് പൊക്കുമ്പോ തട്ടിയതായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ ഇത് തട്ടിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങ് കേറി നിൽക്കുന്ന സ്ത്രീയാണോ നിങ്ങൾ കണ്ടത്? ഒരു മനുഷ്യൻ ഒരു സൈഡിൽ നിൽക്കുമ്പോ ക്യാമറയും പിടിച്ച് അങ്ങ് കയറി ചെന്ന് മുട്ടിച്ചു കൊടുത്തിട്ട് ഡയലോഗ് അടിക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിയുടെ മനോഭാവം ഉണ്ടല്ലോ, മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ കാലങ്ങളായിട്ട് ചെറുപ്പം മുതലേ ബസ് പോകുന്ന ആളാണ്. അതാണ് ഇതാണ്. ഈ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും ഇല്ല എന്റെ ചേച്ചി. ഞങ്ങൾക്കുണ്ട് അമ്മയും പെങ്ങന്മാരൊക്കെ.
അതുകൊണ്ട് അതിങ്ങോട്ട് പഠിപ്പിക്കാനായിട്ട് എഴുന്നള്ളണ്ട. ഓക്കെ, ആരോടാ ഇതൊക്കെ പറയുന്നത്? പലപ്പോഴും ഞങ്ങളെ ബസ്സുകളിൽ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ആളുകൾ അത് അബദ്ധത്തിൽ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഭാവവും അല്ലെങ്കിൽ അറിയുന്നുകൂടിയില്ല അത് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുമാണ് അവർ മുഖം വയ്ക്കാറുള്ളത്. ബസ്സിന്റെ മൂവ്മെന്റും അടക്കമുള്ള സംഗതികളാൽ സംഭവിച്ചു പോകുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ അവർ വരുത്തി തീർക്കാൻ മനഃപൂർവ്വം നോക്കാറുണ്ട്. ഈ വീഡിയോയിൽ അങ്ങനെയുള്ള ഒരു കാര്യമില്ല, മനഃപൂർവ്വം വരുത്തി തീർക്കേണ്ട കാര്യമൊന്നുമില്ല. CCTV ക്യാമറ ഫൂട്ടേജും വന്നു. ആ തിരക്കുള്ള ബസ്സിലേക്കാണ് ആള് കയറി ചെന്നിട്ടുള്ളത്. ഇവിടെ ആ സ്ത്രീ വീഡിയോ എടുക്കുന്ന സമയത്ത് തിരക്കില്ല, അയാളുടെ അടുത്തേക്ക് കയറി ചെന്ന് വീഡിയോ എടുക്കുന്ന കയ്യകലം മാത്രം മതി അവർക്ക് മാറി നിൽക്കാൻ. അതൊന്നും ചെയ്യാതെ അങ്ങ് കയറി ചെല്ലുകയാണ് ചെയ്തത്. അത് കൂടാതെ ഇയാളെ കുറിച്ച് അവിടെ ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും നുണയാണ് എന്ന് പുറത്തേക്ക് വരുന്നു. ചേച്ചി ഇനിയെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി പിടിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആളുകൾ വിലയിരുത്തും, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ വക വാദങ്ങളുമായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളുമ്പോൾ ഇത് ഞങ്ങൾ എത്രയോ വർഷങ്ങളായി പരിചയമുള്ള സംഗതിയാണെന്ന് ഒന്ന് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും. വിളച്ചിലെടുക്കാൻ വന്നേക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇടും, പബ്ലിക്കായിട്ട് വീഡിയോ ഇടും, പ്രൈവറ്റ് അല്ല പബ്ലിക്കായിട്ട് വീഡിയോ ഇടും. ആളുകൾ അതിൽ സഭ്യമല്ലാത്ത രീതിയിലുള്ള കമന്റ് പോട്ടെ, സഭ്യമായ കമന്റുകൾ ഇടാനും പാടില്ലേ. പിന്നെ എന്ത് ഉണ്ടൊക്കെയാണെന്ന് അങ്ങനെ അലമാരയിൽ അങ്ങോട്ട് പൂട്ടി വെച്ച പോലെ ഇടുന്ന വീഡിയോസ് ഒക്കെ ജനങ്ങളെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ടോ? ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് മാത്രമാണ് കണ്ണിന് പ്രോബ്ലം. കണ്ണാട ഇട്ടതുണ്ടല്ലോ, അതൊന്ന് ശരിയാക്കി ഇടുക അല്ലെ. ആദ്യം ആ വീഡിയോ കാണുന്ന ആൾക്ക് ഒരു തെറ്റ് പറ്റിയെങ്കിൽ രണ്ടാമതൊന്നും കൂടി നോക്കിയാൽ മതി, മനസ്സിലാവും. ആ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്തിനാണോ സ്ലോ മോഷൻ? നോർമൽ സ്പീഡിൽ അങ്ങ് ഇട്ടുപോരെ. നോർമൽ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് കൂടെ അങ്ങ് പോയി, അത്രേ ഉണ്ടാവുള്ളൂ. ഇത് മനഃപൂർവ്വം അങ്ങോട്ട് കയറി ചെന്ന് മുട്ടിച്ചിട്ട് അവസാനം അയാൾക്കാണ് പ്രശ്നം മൊത്തം. കൊള്ളാം. ഞാൻ ഇനി റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് കാണിച്ചു തരാം. റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഒരു മനുഷ്യൻ ബസ്സിനകത്ത്, മനുഷ്യനൊന്നും വിളിക്കാൻ കഴിയില്ല, ഒരു ചെറിയ പെൺകുട്ടിയോട് ചെയ്ത ഈ ഒരു ക്രൂരത നിങ്ങളിത് കാണണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഈ വിഷയങ്ങളിലൂടെ താഴ്ന്നു പോരുത്. ഇതൊന്ന് കണ്ടോക്കെ. എന്തോ കാണിക്കുന്നത്? വീട്ടിൽ അമ്മയും മകന്മാരൊന്നും ഇല്ല നമുക്ക്. എന്ത് വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നത് അറിയോ? ബസ്സിൽ ഇരുന്ന് ഇങ്ങനെയാണ് ഒരാളത്ത് പെരുമാറുന്നത്. ഈ വീഡിയോ നിങ്ങൾ അന്ന് കണ്ടതാവും. ആളെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വൃത്തികെട്ട നികൃഷ്ട ജീവി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇതൊക്കെ റിയൽ ആയിട്ട് ഇങ്ങനെ കുറെ ക്രൂരതകൾ നടക്കുന്നുണ്ട്. അത് ഈ വിഷയത്തില് താഴ്ന്നു പോകരുത് എന്നുള്ളതാണ്. യഥാർത്ഥ ക്രൂരന്മാരെ, യഥാർത്ഥ ഞരമ്പ് രോഗികളെ പിടിക്കണം, അത്രേ ഉള്ളൂ. അതിനിടയിൽ ഒരാള് റീൽസിന് വേണ്ടിയിട്ട് വൈറലാവാൻ വേണ്ടി എടുത്ത ഒരു നുണയെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സമ്മതിച്ചു. നിങ്ങളൊക്കെ ബസ്സിൽ പോകുന്ന സമയത്ത് ആളുകൾ മാറി ഒളിച്ചിരിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പൊ സീക്രട്ട് ഏജന്റ് പറഞ്ഞതുപോലെ ആ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരേണ്ടി വരുമല്ലോ. ബസ്സിന്റെ സ്വാഭാവികമായി അസ്വാഭാവികമായിട്ടുള്ള ഇളക്കങ്ങളും കുലുക്കങ്ങളും ഒക്കെ നമ്മൾ PhD എടുത്തിട്ട് ഇരിക്കുക എന്നൊക്കെ. വൃത്തികേട് ചെയ്യുന്നവനെ കയ്യിൽ പിടിക്കുക, അടിച്ച് മൂലൊക്കെ കൊണ്ടിട്, ജനങ്ങളെ അറിയിക്കുക. ഇത് ചെയ്യാത്ത ആളുകളെ ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ട് അയാളെ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു? ഇനി അടുത്തൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരുണ്ടാടാ? ചോദിക്കുന്നു, അടിക്കുന്നു. ഈ വീഡിയോ ഒക്കെ ഇവര് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് അയാൾ കുറെ നേരമായിട്ട് വൃത്തികേടുകൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. തെളിവിനായിട്ട് എടുത്ത വീഡിയോയിൽ പോലും വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നുണ്ടെന്നുള്ള ആളത് ചെയ്തു എന്നുള്ളത്. ആള് മാപ്പ് പോലും പറഞ്ഞു. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ പ്രതികരിക്കില്ലേ? അതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ആ വൃത്തികെട്ട പരിപാടി അവൻ ചെയ്തു. അത് ആ പെൺകുട്ടിയുടെ അനുജത്തിയെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ പെൺകുട്ടിയെ അടിച്ചു. ഇതാണ് പ്രതികരണം. അടിക്കങ്ങൾ മോഹൻ അടിച്ച് തിരിക്കി. അതിലൊക്കെ ജനങ്ങൾ ഇടപെടും എന്നുള്ളതാണ്. അതായത് ഇതുപോലും മിസ്യൂസ് ചെയ്യരുത്. നിങ്ങളെ യഥാർത്ഥത്തില് വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാവൂ. ഇതും ഞങ്ങൾക്കൊരു അവസരമാണ് എന്ന് ആരും വിചാരിക്കാതിരിക്കുക. സ്ത്രീകൾക്കെതിരെ അല്ല ഞങ്ങൾ ആരും, നമ്മളെല്ലാവർക്കും കൂടി സംസാരിക്കുന്ന ആളുകളാന്നുള്ളതാണ്. ആ ഷിംജിത എന്ന് പറയുന്ന സ്ത്രീ ആ വൃത്തികേട് കാണിച്ചതിനെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്?
അയാൾ സ്റ്റോപ്പിലെത്തി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അങ്ങ് കയറി ചെന്ന് മുട്ടിച്ചു കൊടുത്തിട്ട് അവസാനം അയാൾ കുറ്റക്കാരൻ. അയാളെ വീണ്ടും നാണം കെടുത്തിക്കൊണ്ടൊരു വീഡിയോ കൂടി ഇട്ടപ്പോഴാണ് ആള് അങ്ങ് കെട്ടി തൂങ്ങിയത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ ഒരിക്കലും നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയില്ല. തെറ്റുപറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള സമയമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരു ഭാഗം അത്ര ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ, അതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ട് പറ്റിയതാവും. എന്തായാലും തെറ്റുകൾ ആളുകൾക്ക് പറ്റും അല്ലെ, ആ തെറ്റുകൾ തിരുത്താനുള്ളതാണ്. പക്ഷെ ഒരാളുടെ ജീവൻ കളഞ്ഞതിന് ശേഷമുള്ള ആ ഒരു തെറ്റുതിരുത്തലൊക്കെ അതൊന്നും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടക്കത്ത് ഇടുക തന്നെ വേണമെന്നുള്ളതാണ്. ജാമ്യത്തിൽ ഇറങ്ങുന്നതോ ഇറങ്ങാത്ത കാര്യമാണെന്ന് നിൽക്കട്ടെ, എന്തായാലും അവർ ഒരു തവണയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ഒരു കൊലച്ചതി ആവും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ദുബായിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് എത്തും. പ്രവാസികളൊക്കെ കട്ടക്ക് നിൽക്കുന്നുണ്ട് അവിടെ അടിച്ചോടിക്കാനായിട്ട്. പിന്നെ അവരുടെ വീട്ടിലേക്കുള്ള അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ എന്തുണ്ടൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. അവള് ചെയ്ത കുറ്റത്തിന് അവള് ശിക്ഷ അനുഭവിക്കട്ടെ, അവളുടെ വീട്ടുകാരും കുടുംബക്കാരൊക്കെ എന്തിനാണ് അനുഭവിക്കുന്നത്? അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും അതിൽ പോൾ സൈനിങ് ഓഫ്.